ഇതിനായിട്ട് അപ്പൊ 8.5 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് റേറ്റ് എന്താ ചോദിക്കുന്നത്? വണ്ടിക്ക് റേറ്റ് വരുന്നത് 7,75,000 ചോദിക്കുന്നുള്ളൂ. അപ്പൊ അത്യാവശ്യം സിബിൾ ഒരാളാണെങ്കിൽ 8.5 വരെ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. പക്ഷെ ഒരു ആവറേജ് സിബിൾ ആളാണെങ്കിൽ ഫുൾ ലോണിന് വരെ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വണ്ടിയുടെ പരിചയപ്പെടുത്താൻ നമ്മളിവിടെ ജിതിനേട്ടൻ വെൽക്കം ടു ദ ഷോ. അപ്പൊ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗണറാണ്, KL 2012 മോഡലാണ്. വാഗണർ LX വരുന്നത്. LX എന്ന് പറയുന്ന നേരം ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, സ്റ്റിയറിംഗ് ഉണ്ടാവും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവില്ലേ? അതെ. ഓക്കെ, K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. 15ന്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഏകദേശം കിലോമീറ്റർ ആണ് ഓടി. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. വണ്ടിക്ക് എത്ര റേറ്റ്? വണ്ടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 2 ലക്ഷം. 2 ലക്ഷം ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? 2.25 വരെ നമുക്ക് ലോൺ കയറും. ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2 ലക്ഷം. ഫുൾ ലോൺ വരെ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫൈനൽ റേറ്റ് അല്ലല്ലോ? ഫൈനൽ റേറ്റ് അല്ല, നെഗോഷ്യബിൾ ആണ്. അപ്പൊ അത്യാവശ്യം അടിപൊളി റേറ്റ് ഉള്ള വണ്ടികളാണ്. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഇടതുഭാഗത്ത് കാണുന്നത് തൃശ്ശൂർ കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ്. അതിനോട് തൊട്ട ചേർന്നിട്ട് തന്നെയുള്ള രാമനാട്ടുകര ജംഗ്ഷനിലല്ല, രാമനാട്ടുകര ഫ്ലൈ ഓവറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. രാമനാട്ടുകര ഫ്ലൈ ഓവറിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ടിലായിട്ട് നമ്മളെ AM മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂവിൻ്റെ അടിപൊളി മേള നടക്കുന്നുണ്ട്. മുന്നുള്ള മേളേൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം, അത്യാവശ്യം വില കുറവിൽ വണ്ടികൾ വരാറുണ്ട്. അതേപോലെ തന്നെ വാറണ്ടി കിട്ടുന്ന വണ്ടികളായിരിക്കും 6 മാസം 1 ഇയർ ആയിട്ട്. അതേപോലെ തന്നെ 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഉള്ള വണ്ടികൾ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വണ്ടികൾ നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങാം. മേള നമുക്ക് നടക്കുന്ന ഡേറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി 2024 17, 18, 19, 20 വരെ ചിലപ്പോൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 19 വരെ എന്തായാലും ഷുവറാണ്. ലൊക്കേഷൻ വരുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ രാമനാട്ടുകര ജംഗ്ഷനാണ് ഈ കാണുന്നത്. രാമനാട്ടുകര ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ടിലാണ്. ഇവിടെ ഏകദേശം 200ഓളം വണ്ടികളുണ്ട്. എല്ലാം തന്നെ ഓഫർ റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ചലഞ്ചിങ് ആയിട്ടുള്ള റേറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ജിതിനേട്ടാ, സെലേറിയോ VXi ആണ്. 2017 മോഡൽ. ഒരു 60,000, 3,75,000 ചോദിക്കുന്നുള്ളൂ കേട്ടോ. മാനുവൽ റേറ്റിൽ ഓട്ടോമാറ്റിക്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വണ്ടി അതിനെക്കൊണ്ടാണോ നിങ്ങൾ റേറ്റ് വർക്ക്? ഒരു കംപ്ലൈന്റും ഇല്ല, ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും, AT ആയിരിക്കും ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവും, 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. പക്ഷേ 2017 മോഡലാണ്, 3.25. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓക്കെ, വണ്ടി നിലവിലുള്ള കണ്ടീഷൻ പക്കയാണ്, ക്ലീൻ ആണ് വണ്ടി. എടുക്കുന്ന ആൾക്ക് വർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി മേജർ ആയിട്ട് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. പക്കയാണ്. ജിതിനേട്ടാ പറഞ്ഞോളൂ. വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഹൈപ്പ് എന്ന സാധനമാണ്. കിലോമീറ്റർ കുറവാണ്, റേറ്റും കുറവാണ്. കിലോമീറ്റർ കുറേ നേരം റേറ്റ് കൂടുന്ന എടുത്ത് എല്ലായിടത്തും കാണുന്ന കാര്യമാണ്. ഇവിടെ നേരെ തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. 2017 മോഡല് i20 ഇറ പെട്രോൾ ആണ്. KL57 കിലോമീറ്റർ കൊടുവള്ളി 20,000 വരെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സിംഗിൾ RC ആണ് വണ്ടി. ചോദിക്കുന്നതിനെ കൊണ്ടൊന്നും തോന്നരുത്, കൊടുവള്ളി വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, ഹിസ്റ്ററി നിങ്ങൾ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കും. അതെ തരാം. ഇറാന്ന് പറയുന്ന ഒരു ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 2 ഡോർ പവർ ഉണ്ടാവും. ഓക്കെ, അതേ സമയത്ത് ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് 2 ഇതാണ് അവൈലബിൾ ആണ്. കമ്പനി സ്റ്റീരിയോ വരുന്നില്ല, പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആകെ ചെറിയൊരു ടച്ചിങ് മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ ഒരു സ്ഥലത്ത്. ഇവിടെയുണ്ട് ചെറുതായിട്ട്. അതെ, വേറെ മേജർ ആയിട്ട് ഒരു ഇഷ്യൂ ഒന്നുമില്ല. റേറ്റ് എത്രയാണ്? റേറ്റ് നിങ്ങളെല്ലാവരും ഞെട്ടും പറഞ്ഞാൽ ഞെട്ടു. 4,35,000 റേറ്റ് വരുന്നത്. ഫൈനൽ റേറ്റും അല്ല. അതെ, 20,000 കിലോമീറ്റർ. സ്പോർട്സ് ഒക്കെ നമ്മൾ അതിന് മുകളിൽ റേറ്റ് കാണാറുണ്ട്. പക്ഷേ ബേസ് മോഡലാണ്. പക്ഷെ എന്നാലും കിലോമീറ്റർ കുറവാണ്. പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇപ്പം പൊടി പിടിച്ച് കിടക്കുന്നത്. അതെ, ഇത് വാഷ് ചെയ്തിട്ടൊക്കെ തന്നെ കൊടുക്കുള്ളൂ. വിത്ത് പോളിഷ് അടക്കം കൊടുക്കും. കൊടുക്കുന്നുണ്ടോ? ഇതിന്റെ അടുത്ത് ഇത് 2015 മോഡൽ കേട്ടൻ VXi ആണ്. ഓപ്ഷൻ വരുന്നത് ഏകദേശം 2 ലോൺ. K സീരീസ് എഞ്ചിൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. വേറെ എക്സ്ട്രാ നീറ്റ് ആണ് വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ബാഗ് ഫ്രീ കൊടുക്കുന്നല്ലോ? അല്ലല്ല, സ്റ്റാഫിന്റെ ബാഗാ? അതെ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സെക്കൻഡ് ഓർസി ആണ് വരുന്നത്. വേറെ ടച്ചപ്പ് ഒന്നും കയറിയിട്ടൊന്നുമില്ല, ചെയ്യാനൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓക്കെ,
ഓക്കെ. റേറ്റ് റേറ്റ് വരുന്നത് 2.45. ഓക്കെ. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ഏകദേശം 2.5 വരെ ലോൺ കയറും നമുക്ക്. ഓക്കെ. ഓക്കെ. ഏകദേശം ഒരു 15 റേഞ്ച് തന്നെ മൈലേജ് കിട്ടും. 15, 16, 17 വരെ മൈലേജ് കിട്ടും. നമുക്ക് ലോൺ ഡ്രൈവ് ഒക്കെ ഒരു 18 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ശരി. ഇതിനാണ് അടുത്തത്. ഇത് 2010 മോഡൽ ആൾട്ടോ സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. ഓക്കെ. അതായത് AC ഉണ്ടാവില്ല, പവർ ഷെയറിംഗ് ഉണ്ടാവില്ല. ഓക്കെ. പക്ഷേ ഒരു 5 സ്പീഡ് ഒരു മാരുതി 800 നോക്കുന്ന പോലെ തന്നെ അതെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലീൻ ആണ് വണ്ടി, ഇന്റീരിയർ ഒക്കെ പക്കാണ്. MPF ആയിരിക്കും എഞ്ചിൻ വരുന്നത്. 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അതെ അതെ. നമുക്ക് ഇതിന് ഏകദേശം റേറ്റ് 75,000 ആണ് ചോദിക്കുന്നത്. ആ റേറ്റ് ഫൈനലാണോ? അത് ഫൈനലല്ല, നമുക്ക് നോക്കിയിട്ട് ചെയ്തു തരാം. ഓക്കെ. ഏകദേശം 18-20 റേഞ്ചിൽ ചിലപ്പോൾ 20 മുകളിലും മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓക്കെ. 2018 മോഡൽ വാഗണർ VXi. ഓക്കെ. സിംഗിൾ RC ആണ് വണ്ടി. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL 18 എന്ന് പറയുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. എയർ ബാഗ്സ് അന്നത്തെ ടൈമിൽ അവൈലബിൾ അല്ല. ഇന്റീരിയർ ആവറേജ് നീറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. സീറ്റ് കവർ മാറ്റാനായിട്ടുണ്ട്, സ്റ്റിയറിംഗ് കവർ മാറ്റാനായിട്ടുണ്ട്. ഒരു ഡോക്ടർ എംബ്ലം ഒക്കെ കാണുന്നുണ്ട്. ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അത് കാര്യമില്ല. ഇന്റീരിയർ മോശമാണ്. എക്സ്റ്റീരിയറും മെക്കാനിക്കലും എന്താ അവസ്ഥ? സീറ്റ് കവർ ഒന്ന് മാറിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അതെ. വേറെ മെക്കാനിക്കൽ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നുമില്ല. ബോണറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നം. കമ്പനി ഹിസ്റ്ററി ബോണറ്റ് റീപ്ലേസ് ഉണ്ടല്ലേ? കമ്പനി സർവീസ് വണ്ടിയാണ്. അല്ലെങ്കിൽ ഇല്ല എഞ്ചിനിലേക്കൊന്നും അടിയൊന്നും പോയിട്ട് ഇല്ല ഒന്നും പോയിട്ട്. ഓക്കെ. ഇനി അതേ സമയത്ത് റേറ്റ് എത്ര ചോദിക്കുന്നത്? 4 lakh ചോദിക്കുന്നുള്ളൂ വണ്ടിക്ക്. ലോണ് 4.25 വരെ വരുന്നുണ്ടാവും. 4.25 വരെ ചെയ്തു തരാം. 18 മോഡലായതുകൊണ്ട് ആ റേറ്റിൽ കിട്ടും നമുക്ക്. വരുന്നുണ്ടാവും. K സീരീസ് എഞ്ചിൻ ഏകദേശം 15 തന്നെ നമുക്ക് മൈലേജ് ആവറേജ് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു വണ്ടി കൂടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇത് 2014 VXi ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ. ഓക്കെ. ഫീച്ചേഴ്സിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ഇത് കുറച്ചുകൂടെ ഇന്റീരിയർ വൃത്തി ഉണ്ടെന്നേ ഉള്ളൂ. അതേ സമയത്ത് വേറെ ഇത് ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് റീപ്ലേസ്ഡ് ഉണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. 2014 ആണോ 13 ആയിരുന്നോ? 14 മോഡൽ. 14 VXi ആണ്. 14 VX. പക്ഷെ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. മറ്റേതിനാണ് ബോഡി ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ റീപ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ട് ഇന്ത്യൻ ക്വാളിറ്റി ഇതിനാണ് കൂടുതലുള്ളത്. ഈ ഒരു 2014 മോഡലിന്റെ റേറ്റ് എത്ര വരുന്നത്? ചോദിക്കുന്ന ആസ്കിംഗ് റേറ്റ് പറഞ്ഞാൽ 3,50,000. 3,50,000 ലോണ് 3 ലക്ഷം ഒക്കെ ഏകദേശം കണ്ണുമൂട്ടി കിട്ടും. 3-3.10 എന്തായാലും വാല്യൂഷൻ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ തന്നെ വേണ്ടി പറയാൻ വേണ്ടി പറ്റും. ഈ രണ്ട് വണ്ടികളും എടുക്കുന്ന ആൾക്ക് വർക്ക് എടുക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വർക്ക് നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യേണ്ട സർവീസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഓയിൽ കാര്യങ്ങൾ, സസ്പെൻഷൻ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ഇത് 2014 മോഡൽ ടെറോൻ ആണ് വണ്ടി. RXL ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് 85 ആണ് വരുന്നത്. ഏകദേശം 74,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? ഓണർഷിപ്പ് നമുക്ക് ഇപ്പോൾ 3rd ആണ് വരുന്നത് വണ്ടി. ഏകദേശം ലോണ് അതെ അതെ. ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. അതെ. വണ്ടി ഇപ്പൊ നിലവിൽ അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. റേറ്റ് വരുന്നത് ഏകദേശം 4.5 ലക്ഷം ആണ്. ഏകദേശം 4.5 വരെ നമുക്ക് ലോൺ വേണമെങ്കിൽ പാസ്സാക്കി എടുക്കാം. ഓക്കെ. 4.25 ആണോ റേറ്റ് വെക്കുന്നത്? 4.5 ആണ് റേറ്റ് വെക്കുന്നത്. 4.5 വരെ ലോണും കിട്ടുന്നുണ്ട്. അതെ 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 അതെ. ഇതിന്റെ അടുത്തത് സാൻഡ്രോ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2009 മോഡലാണ് സാൻഡ്രോ വരുന്നത്. GLS ആണോ GL ആണോ? GL ആണ് വണ്ടി. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് റേറ്റ് വരും. GLS ആണ്. പവർ വിൻഡോസും കാണുന്നുണ്ട് 2 ഓക്കെ ഓക്കെ. GLS ആണ്. അപ്പോൾ റിന്യൂവൽ ഈ വർഷമായിരിക്കും വരുന്നുണ്ടാവുക. അതെ, ഈ വർഷമാണ് റിന്യൂവൽ വരുന്നത്. വണ്ടി അത്യാവശ്യം നീറ്റാണ്. ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. എങ്ങനെയാ? ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനുള്ളൂ. അതെ. കണ്ടീഷൻ എന്താ വണ്ടി? പക്കാണ് വണ്ടി. ഏകദേശം 80,000 റേറ്റ് വെക്കുന്നത് ഫൈനലൊന്നും അല്ലല്ലോ? അല്ല, നെഗോഷ്യബിൾ ആണ്. റേറ്റ് നോക്കി ചെയ്തുതരാം. വീണ്ടും സാൻഡ്രോ തന്നെയാണ്. വീണ്ടും സാൻഡ്രോ ആണ്. സെയിം ഓപ്ഷൻ ആണ്. സെയിം മോഡലാണ് വരുന്നത്. 2009 മോഡൽ. KL 59 എന്ന് പറയുന്ന നേരം തളിപ്പറമ്പ് ഭാഗത്താണ്. GLS ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് അത്യാവശ്യം വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. 80,000 തന്നെയാണ് വരുന്നത് റേറ്റ്. അതെ അതെ. ഇതിന്റെ മുകളിൽ വേറെ മെക്കാനിക്കലായി ടച്ചപ്പ്, ചെറിയൊരു ടച്ചപ്പ് ഒക്കെ കാണുന്നുണ്ട്. മേജർ ആയിട്ടൊന്നും കാണുന്നില്ല.
മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 13 അടുത്ത് തന്നെ മൈലേജ് കിട്ടും. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. അതെ, വണ്ടി റേറ്റ് അതെ നെഗോഷ്യബിൾ ആണ്, നമുക്ക് നോക്കിയിട്ട് ചെയ്തേന്നുള്ളത്. ജിതേട്ടോ 2021 മോഡൽ ആൾട്ടോ 800 VXi. ആൾട്ടോ 800 അല്ല, ഇപ്പോൾ ആൾട്ടോ VXi. അതെ, 800 ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ആൾട്ടോ ആക്കിയതാണ്. ഇപ്പോൾ സെയിം 800 cc. അതെ 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 അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരില്ല, 2 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗും വരുന്നുണ്ട്. എയർ ബാഗ് എക്സ്ട്രാ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ബോഡി ഷേപ്പ് ഉണ്ട്. അതേ സമയത്ത് കമ്പനി ഹിസ്റ്ററി എല്ലാം പക്കയല്ലേ? എല്ലാം പക്കയാണ്. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 3,70,000. പുതിയ വണ്ടിക്ക് 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട്. എയർ ബാഗ് ഉൾപ്പെടെയുള്ള VSI തുറന്നത്. ഇതിൽ സെൻട്രൽ ലോക്കും കൂടെ എക്സ്ട്രാ വരുന്നുണ്ടാവും. LHC-നേക്കാളും കമ്പയർ ചെയ്യുന്ന 2027 വരെ വാറണ്ടി ഉണ്ട്. 2027 വരെ വാറണ്ടി ഉണ്ട്. വണ്ടിക്ക് റേറ്റ് പറഞ്ഞു. ലോണ് ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏകദേശം 4 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, ഫുൾ ലോൺ തന്നെ കിട്ടും. വണ്ടിക്ക് 5 വരുന്നതിനെ ഫുൾ ലോൺ കിട്ടും. VXi ആണ്, അതുകൊണ്ടാണ് റേറ്റ് വരുന്നത്, ആ വാല്യൂഷൻ വരുന്നത്. അതെ. ഇതിനായിട്ട് അടുത്തത് കിഡാണ്. RXL ആണ് ഓപ്ഷൻ വരുന്നത്. വെറും 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ യൂസ്ഡ് ആണ്. സെയിം സ്കീം വരുന്നുണ്ട്. RXL ഓപ്ഷനിലും കൂടിയാണ് വണ്ടി വരുന്നത്. എയർ ബാഗ് ഒരെണ്ണം വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 800 cc ആണ്. 800 cc ആണ്. റേഞ്ചിൽ മൈലേജും കിട്ടും. നിലവിലുള്ള കണ്ടീഷൻ എന്താ? നിലവിലുള്ള പക്കയാണ്, ക്ലീൻ ആണ് വണ്ടി. അത്യാവശ്യം നല്ല വിലപ്പാകുള്ള ഒരു സ്വിഫ്റ്റ് ആണ്. ന്യൂ മോഡലാണ്. 2019 മോഡലാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. പക്ഷെങ്കിൽ ഇന്റീരിയർ ആയിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, എല്ലാ കാര്യങ്ങളും ചെയ്താണ് വണ്ടി. വണ്ടി കണ്ട കാഴ്ചയിൽ അടിപൊളിയായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അടിപൊളിയാണ്. ഇന്റീരിയർ അടിപൊളിയാണ്. അതെ അതെ. 2 എയർ ബാഗ് വരുന്നുണ്ടാവും ഇൻബിൽറ്റ് ആയിട്ട്. അതേപോലെ തന്നെ AC പോർഷന് 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും ഫീച്ചർ ആയിട്ട്. അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, 2024 വരെ വാറണ്ടി ഉണ്ടാവും. 24 വരെ വാറണ്ടി ഉണ്ടാവും. 64 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. അതെ. ലോൺ എന്തായാലും 5.5 വരെ പക്ക ലോൺ കിട്ടും. ഓക്കെ, വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 5,40,000. 5.40 റേറ്റ് വെക്കുന്നത്. ഫൈനൽ റേറ്റ് അല്ലല്ലോ? അല്ലല്ല, നെഗോഷ്യബിൾ ആണ്. അതേ സമയത്ത് സെൻട്രൽ ലോക്കും കൂടെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, സെൻട്രൽ ലോക്കും കൂടി വന്നിട്ടുണ്ട്. പറയാൻ വിട്ടുണ്ട്. വേറെ എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടാവും? ഒന്നുമില്ല, ഫുൾ വാറണ്ടി ആണ് വണ്ടി. തീർച്ചയായിട്ടും. ഇതിനായിട്ട് കുറച്ച് വലിയ വണ്ടിയാണ്. അതെ. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ആണ്. XMA പറഞ്ഞ ഓപ്ഷൻ ആണ് വരുന്നത്. ടാറ്റ നെക്സോൺ. 5 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്. അതെ. മൈലേജ് വേണ്ടവർക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി മിഡിൽ തന്നെ എല്ലാ ഓപ്ഷനിലും വരുന്ന വണ്ടിയാണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും, എയർ ബാഗ്സ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഇതെല്ലാം ബേസിക് ഫീച്ചേഴ്സ് ആണ്. AMT ട്രാൻസ്മിഷൻ 1.5 ലിറ്റർ റെവട്ടോർക്ക് എഞ്ചിനിൽ വരുന്ന നേരം ഏകദേശം 18 വരെയൊക്കെ നമുക്ക് 20 വരെയൊക്കെ ഡീസന്റ് ആയിട്ട് നമുക്ക് മൈലേജ് കിട്ടും. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഈ വണ്ടിയിൽ ഇതില് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഇതിനായിട്ട് അപ്പൊ 8.5 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? വണ്ടിക്ക് റേറ്റ് വരുന്നത് 7,75,000 ചോദിക്കുന്നുള്ളൂ. അപ്പൊ അത്യാവശ്യം സിബിൾ ഒരാളാണെങ്കിൽ 8.5 വരെ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. പക്ഷെ ഒരു ആവറേജ് സിബിൾ ആളാണെങ്കിൽ ഫുൾ ലോണിന് വരെ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ലിമിറ്റഡ് എഡിഷൻ ആണോ അത് വണ്ടി വരുന്നത്? ലിമിറ്റഡ് എഡിഷനിലാണ്, സ്റ്റിക്കറിംഗ് വരുന്നുണ്ട്. എഡിഷനിലാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ. ഓക്കെ, അപ്പൊ ജിതിനേട്ടോ ഈ വണ്ടിക്ക് എത്ര റേറ്റ് ചോദിക്കുന്നത്? ഇതിന് വെറും 2.5 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. നമ്മൾ 2.5 ചോദിക്കുന്നത്. 2017 കിഡ് ലിമിറ്റഡ് എഡിഷൻ ആണ്. അതേ സമയത്ത് 800 സിസിയിൽ ആൾട്ടോ 800 ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നും ചിലപ്പോ. അല്ല, റേറ്റ് വൈസ് നോക്കുമ്പോ അതാണ് പറഞ്ഞത്, കുറച്ചും കൂടി ബെറ്റർ ആണ്. 2017 കിഡ് നമ്മൾ ഈ റേറ്റ് അല്ല കാണല്, 2.5 ഉണ്ട്. പക്ഷെ ഇത് ഓപ്ഷനും കൂടിയാണ് വരുന്നത്, അതും കൂടി ഒന്ന് ചിന്തിക്കണോ? അതുണ്ട്. ഓക്കെ, ചെറിയൊരു റേറ്റ് വ്യത്യാസമുണ്ട്, ഞാൻ ഓപ്പണായി പറയുന്നുണ്ട്. പക്ഷെ വണ്ടി പക്ക ക്ലീൻ ആട്ടോ. 26,000 കിലോമീറ്റർ ആണ്. 2017 കിഡ് നമ്മൾ 2.5 ഒക്കെ റേറ്റ് കിലോമീറ്റർ 75-80 ഓടിയ വണ്ടികളാണ് മാക്സിമം വരുന്നത്. 26 സിംഗിൾ ഓണർ 6 വർഷം കൊണ്ട് അത്രയും കിലോമീറ്റർ എന്ന് പറയുന്ന നേരം എടുക്കുന്ന വെർത്താണോ? വാല്യൂ ഫോർ മണി ഉണ്ടോ? എനിക്ക് അവസാനം ഇത് വണ്ടി നമ്മൾ പറയുന്ന റേറ്റ് അല്ല, നെഗോഷ്യബിൾ ആണ് റേറ്റ് വരുന്നത്. അല്ല, എന്നാലും ആ ഒരു കിലോമീറ്റർ ഓടി വണ്ടി ഇങ്ങനെ എടുക്കുന്ന ഈ റേറ്റിൽ കുഴപ്പമൊന്നുമില്ല. പക്ക ഒരു കസ്റ്റമർക്ക് ഏറ്റവും പ്രോഫിറ്റ് ആയിരിക്കും എന്തുകൊണ്ടും. അടുത്തത് 2018 മോഡലാണ്.
800 cc ആയിരിക്കും വരുന്നുണ്ടാവും. 18 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി എക്സ്ട്രാ ക്ലീൻ ആണ് വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ബേസിക് ഫീച്ചർ ആയിട്ട് പവർ വിൻഡോസ് 2 ചെയ്തിട്ടുണ്ട്. അതെ, നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ പക്കയാണ് വണ്ടി, വേറെ റീപ്ലേസ്മെന്റോ ക്ലീൻ ആൻഡ് ക്ലീൻ. വണ്ടി മേടിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഇതിന് മുകളിൽ വർക്ക് എടുപ്പിക്കേണ്ടതായിട്ട് ജസ്റ്റ് ഒരു ഓയിൽ സർവീസ് മാത്രമേ ചെയ്താൽ മതി. ഈ 40,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ലോണ് 1.90 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. പക്ക കിട്ടും. ഓക്കെ, ബേസിക്കലി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 2012 നമ്മൾ വാഗണർ കാണിച്ചിട്ടുണ്ട്. വാഗണറിന് എത്ര വർഷത്തേക്കായിരിക്കും ലോൺ കിട്ടുക? 2.5 ആണോ 3 ആണോ? വാഗണറിന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 വർഷം വരെ ലോൺ കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് നമുക്ക് ഈ 2017-18 വണ്ടിയൊക്കെ നമുക്ക് 1 വർഷത്തേക്കോ എത്ര വർഷത്തേക്ക്? 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കുന്ന നേരം 1 ലക്ഷം രൂപയ്ക്ക് EMI എത്ര വരും? ഏകദേശം 2,400 രൂപ 2,300 രൂപ ആ റേഞ്ചിൽ 5 വർഷത്തേക്ക് ലോണിന് വരുന്നുണ്ടോ? 3 വർഷത്തേക്കാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് എന്റെ അറിവിൽ 3,200 ആ റേഞ്ചിൽ വരുന്നത്. ഓക്കെ, ഇനി ലോൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്, ചെക്ക്, ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ, പിന്നെ ഒരു ഗ്യാരണ്ടർ വേണം. ഗ്യാരണ്ടർ നമ്മളിപ്പോൾ ICIC ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ സ്വന്തമായിട്ട് ലാൻഡ് ടാക്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ഗ്യാരണ്ടർ വെക്കേണ്ടി വരും. ഗ്യാരണ്ടർക്ക് അതായത് അച്ഛനും അമ്മയ്ക്ക് സ്ഥലം ഉണ്ടെങ്കിലും മകന് വേണമെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയല്ല നമ്മൾ വീട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ. മേള എന്ന് വരെയുള്ളത്? മേള 2 ഡേയ്സും കൂടിയുള്ളൂ. 2 ദിവസം 19 തീയതി 3 ദിവസത്തെ പരിപാടികളിൽ നീട്ടുമല്ലോ. ചിലപ്പോൾ നീട്ടും, അതും പറയാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതാണ്. ഞാൻ 2 ദിവസം ഉണ്ടാവുള്ളൂ എന്ന് പറയും. പക്ഷെ ഓഫർ ഉണ്ട്, ആൾക്കാരൊക്കെ വരുന്ന നേരം നമുക്ക് 2 ദിവസം കൂടെ നീട്ടിയാലോ എന്നുള്ളൊരു ചോദ്യം ഉള്ളെന്ന് വരും. അപ്പോൾ പിന്നെ നീട്ടാറുണ്ട്. അപ്പോൾ ഇത്തവണ ഓഫർ അത്യാവശ്യം നല്ലപോലെ സ്കീമുണ്ട്, കളക്ഷൻസ് ഉണ്ട്, വലിയ മോഡൽസ് ഉണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ നമ്മളിവിടെ റാപ്പ് ചെയ്യാണ്. വീഡിയോയിൽ ഏകദേശം 15-20ഓളം വണ്ടികൾ അത്യാവശ്യം റേറ്റ് കുറവുള്ള ഓഫർ റേറ്റിൽ വരുന്ന വണ്ടികൾ നമ്മൾ പരിചയപ്പെടുന്ന. ബാക്കി കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്, അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ലപോലെ ഓഫേഴ്സും കാര്യങ്ങളും വാറണ്ടി എല്ലാം തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട്, ഈ വണ്ടികളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ താഴെ കൊടുക്കുന്നുണ്ടാവും. ഇവരുടെ മേള വരുന്നത് 17, 18, 19 തീയതികളിൽ ജനുവരി നമ്മളെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ രാമനാട്ടുകര ഓവർബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഗ്രൗണ്ട് വെച്ചിട്ടാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.